കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ താരസംഘടന അമ്മയിലെ ഭാരവാഹികൾക്കെതിരെ ബാബുരാജ് പ്രതികരിക്കാൻ ബാധ്യസ്ഥരായിട്ടും അവർ ഒഴിഞ്ഞുമാറുകയാണ്. ഇപ്പോഴും തലപ്പത്ത് മോഹൻലാൽ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്നും ബാബുരാജ് ചോദിച്ചു. ദിലീപിനെ പുറത്താക്കാൻ കാണിച്ച വ്യഗ്രത തിരിച്ചെടുക്കാനും കാണിച്ചിരിക്കാം. അതൊക്കെ സംഘടനകളുടെ തീരുമാനമാണെന്നും ബാബുരാജ് പറഞ്ഞു. കോടതി വിധികളെ നമ്മൾ ബഹുമാനിക്കണം. അതാണല്ലോ ഈ നാട്ടിലെ നമ്മുടെ നടപ്പ്. ഓരോ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവർ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അവിടെ ഇപ്പം ഞാനോ നിങ്ങളോ നമ്മുടെ പൊങ്കാല ടീമോ അല്ല തീരുമാനിക്കേണ്ടത്. കാരണം അത് അവരുടെ അദ്ദേഹത്തിന് എത്ര പെട്ടെന്ന് പുറത്താക്കിയോ ഇല്ലേ, പുറത്താക്കാൻ കാണിച്ച വ്യഗ്രതയുണ്ടല്ലോ, ഇതുപോലെ തന്നെയായിരിക്കും അവർ തിരിച്ചെടുക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ ഒരു വിധിന്യായത്തെ മാനിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഇത്. പിന്നെ നമുക്ക് ആ കുട്ടിയോടുള്ള ആ കുട്ടിയോടുള്ള അനുകമ്പ, ആ കുട്ടിയോടുള്ള സ്നേഹം, അതൊന്നും ഒരു മാറ്റവുമില്ല. അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അപ്പോൾ അതിൻ്റെ തലപ്പത്ത് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് ഇന്നല്ലെങ്കിൽ നാളെ അവരതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അല്ല, ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ്, ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽ ദൂരം കഷ്ടപ്പെടേണ്ടതെന്നല്ലേ, ലാലേട്ടൻ മാറി നന്നായി എന്ന് ചിന്തിക്കുകയാണ്. അന്നും ഇന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നും ബാബുരാജ് ആവർത്തിച്ചു. അലി അക്ബർ ഷായുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, നടിയെ ആക്രമിച്ച കേസിൽ അബ്ബ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന ഉറച്ച മട്ടിലുള്ള പ്രതികരണങ്ങൾ വന്നത് കണ്ടില്ല. ഒരു വഴുക്കൻ മട്ടിലുള്ള പ്രസ് റിലീസ് മാത്രമാണ് പുറത്തു വന്നത്. ബാബുരാജ് അമ്മയിലെ പുതിയ നേതാക്കൾക്കെതിരെയാണോ പ്രതികരിച്ചിരിക്കുന്നത്? അരുൺകുമാർ, തീർച്ചയായും അമ്മ സംഘടനയുടെ തലപ്പത്ത് നിലവിലിരിക്കുന്നവർ സ്ത്രീകളാണ്. അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നിട്ടും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്നു എന്ന വാക്കാണ് ബാബുരാജ് ഉന്നയിച്ച് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം തന്നെയാണ്. സംഭവം നടക്കുന്ന സമയത്ത് ബാബുരാജ് പറഞ്ഞത് അതിജീവിതയ്ക്കൊപ്പം എന്നതാണ്. അതിപ്പോഴും ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിലും ബാബുരാജ് ആവർത്തിച്ചു എന്നതാണ്. പക്ഷേ അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ ഇരിക്കുന്ന ഒരു കാലത്ത് പോലും ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പം എന്നൊരു നിലപാട് പറയാനോ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നൊന്നും ഒരു ധൈര്യത്തോടെ പ്രതികരണം നടത്താനോ ബാധ്യസ്ഥരായവർ തയ്യാറാകാത്തത് വലിയ വീഴ്ചയാണ് എന്ന പ്രതികരണം തന്നെയാണ് ബാബുരാജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനോടൊപ്പം ബാബുരാജ് പരിഹാസ രൂപേണ ചോദിച്ചു വെച്ചത് മുമ്പ് മോഹൻലാൽ ആയിരുന്നു തലപ്പത്ത്, ഇപ്പോഴും മോഹൻലാൽ ആയിരുന്നുവെങ്കിൽ മോഹൻലാൽ എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നേനെ, കൃത്യമായി മറുപടി പറയേണ്ടി വന്നേനെ. അതേസമയം ഇപ്പോൾ തലപ്പത്തിരിക്കുന്നവർ ബാബുരാജ് ഒളിയം പെയ്തതാണ്. താങ്ക് യു അലി അക്ബർ ഷാ.